അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ട്വീറ്റ് കണ്ടു. അത് ഇങ്ങനെയാണ്: വി നൗ ഹാവ് കംപ്ലീറ്റ് ആൻഡ് ടോട്ടൽ കൺട്രോൾ ഓഫ് ദ സ്കൈസ് ഓവർ ഇറാൻ. ഇറാന്റെ ആകാശ അധികാരങ്ങളെല്ലാം പരിപൂർണാർത്ഥത്തിലും ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലാണ്, അഥവാ ട്രംപിന്റെ കയ്യിലാണ് ഇറാന്റെ ആകാശ അധികാരങ്ങളെല്ലാം എന്ന് ട്രംപിന്റെ ഒരു ട്വീറ്റ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ട്രംപ് ഈ അധികാരം പറയുമ്പോൾ ഏറ്റവും അധികം വിഷമിക്കുന്നത് ആരാണെന്ന് അറിയുമോ? ഞാൻ പറയുന്നത് ഇറാനെ കുറിച്ചോ ഇസ്രായേലിനെ കുറിച്ചോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ കുരുവട്ടൂരികളെ കുറിച്ചാണ്. കുരുവട്ടൂരികൾക്കാണ് അധികാരത്തിന്റെ സംസാരം ട്രംപ് പറയുമ്പോൾ ഏറ്റവും അധികം ചൂടാവുന്നത്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിന്റെ മുഴുവനും അധികാരവും ഈ ലോകത്തിന്റെ മുഴുവനും നിയന്ത്രണവും ഒക്കെ അവരുടെ കുത്തകയാണെന്നാണ് അവരുടെ അവകാശവാദം. അവർ പറയുന്നത് അവരുടെ ഒരു നേതാവുണ്ട്, അവരുടെ ഒരു മാത്രം നേതാവ്, അദ്ദേഹത്തിന്റെ പേരാണ് കോമാട്ട് ജാലിൽ അബ്ദുള്ള എന്ന വ്യക്തി. ആ കോമാട്ട് ജാലിൽ അബ്ദുള്ള എന്ന വ്യക്തിക്കാണ് ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ആ മുദബ്ബിറുൽ ആലം എന്ന് പറയുന്ന ആ ഒരു അധികാരമുള്ളത് എന്നാണ് നൗഷാദ് പറയുന്നത്. അതൊന്ന് കേൾക്കാം. ഞങ്ങൾ അവന്യരായ ശൈഖുന മുദബ്ബിറുൽ ആലമാണെന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ടും സ്വഹീഹുൽ ബുഖാരി കൊണ്ടും മശായിഖന്മാരെ മദദിൽ ഞങ്ങൾ തെളിയിക്കും. മടവൂർ ശൈഖുന സാക്ഷി, ഞങ്ങൾ തെളിയിച്ചിരിക്കും. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടൊക്കെ സ്ഥിരപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ഇനി മുദബ്ബിറുൽ ആലം എന്ന് ഇദ്ദേഹം പറഞ്ഞതിന് അർത്ഥമറിയാത്തവർക്ക് വേണ്ടി ഇവരുടെ തന്നെ ആലയിലുള്ള മറ്റൊരു വ്യക്തി പറയുന്നത് നമുക്ക് കേൾക്കാം. മടവൂർ ശൈഖുനായുടെ പിൻഗാമിയായ അതേ കദമിൽ നിന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ എത്ര പേർക്ക് മക്കൾ കൊടുത്ത് ഈ സദസ്സ് തന്നെയല്ലോ. അപ്പൊ ഈ ലോകത്തിനെ മുഴുവനും നിയന്ത്രിക്കുന്നത് അത് ഈ കോമാട്ട് ജാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ഇത് ആലങ്കാരികമായിട്ട് പറയുന്ന ചില പ്രയോഗമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇവർ മുദബ്ബിറുൽ ആലം എന്നോ അതല്ലെങ്കിൽ ഖുതുബുൽ ആലം എന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ആലങ്കാരികമായിട്ടുള്ള പ്രയോഗമാണ് എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് യഥാർത്ഥമായിട്ടുള്ള അള്ളാഹു എടുക്കുന്ന എന്തെല്ലാം പണികളുണ്ടോ അത് അങ്ങനെ തന്നെയാണ് എന്നാണ് ഇവരുടെ വാദം. ഈ കുഫ്രിയത്ത് വാദം അത് ഈ നൗഷാദ് തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുവരൂ. മടവൂർ ശൈഖുന അള്ളാഹു അവർക്ക് അധികാരം നൽകി. അവരാണിവിടെ ലോകത്തിന്റെ തദ്ബീർ അള്ളാഹു അധികാരം നൽകി നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമല്ല, മജാസിയായ പ്രയോഗവും അല്ല. യഥാർത്ഥത്തിൽ തന്നെ ഇവിടെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും മടവൂർ ശൈഖുനയാണ്. തന്നെ ഇവിടെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും മടവൂർ ശൈഖുനയാണ്. അപ്പൊ കേട്ടല്ലോ, അതൊന്നും ആലങ്കാരിക പ്രയോഗമല്ല. ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത് സിഎം വലിയുല്ലാഹിയാണെന്നാണ് ഈ സഫീഹി ഇവിടെ പറയുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഇത് സിഎം വലിയുല്ലാഹിയെ ഇകഴ്ത്തുന്ന വാദമാണെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സിഎം വലിയുല്ലാഹി വലിയ മഹാനാണ്, അക്കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. ആ മഹാനവറുകളെ മറപിടിച്ചുകൊണ്ട് ആത്മീയ ചൂഷണം നടത്തുകയാണ് ഇവന്മാരെ പോലെയുള്ള ആത്മീയ ചൂഷകർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മുദബ്ബിറുൽ ആലം എന്നോ ഖുതുബുൽ ആലം എന്നൊക്കെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ, ഒരാൾ മറ്റൊരാളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ഏത് അർത്ഥത്തിലാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. അതൊക്കെ ഒന്ന് കേൾക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തങ്ങൾ മഹാനവറുകൾ വലിയ ഉന്നതനായ ഒരു വ്യക്തിത്വമാണ്. എനിക്ക് അളക്കാൻ പറ്റുന്ന വ്യക്തിയല്ല. ഞാൻ മഹാനവറുകൾ ഏത് ദർജയിലിരിക്കുന്നു എന്ന് അളക്കാൻ മാത്രം വളർന്നവനല്ല. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അളക്കാൻ പറ്റുന്ന ആളല്ല ബഹുമാനപ്പെട്ട സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവരതിന്റെയും എത്രയോ അപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ ഈ മൗലിദ് കിതാബ് വായിക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഹാദാ മൗലിദ് ഖുതുബുസ്സമാൻ. ഖുതുബുസ്സമാൻ എന്നാണ് മുട്ടിച്ചൂർ ഉസ്താദ് അവറുകൾ ഈ മൗലിദിൽ ബഹുമാനപ്പെട്ടവരെ വിളിക്കുന്നത്. ഖുതുബുസ്സമാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഖുതുബുസ്സമാൻ എന്ന് പറഞ്ഞാൽ ആ സമാനിലെ ഖുതുബ് എന്നാണ്. ആ സമാന്റെ ഖുതുബ് എന്ന് ചിലപ്പോൾ നമ്മൾ പറയും. അതേതുപോലെ എന്നറിയോ? ആ സമാനിലെ ഖുതുബ്, അതിനാണ് ഖുതുബുസ്സമാൻ എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലെ ഖുതുബ് എന്നാണ് അതിനർത്ഥം. ഖുതുബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരുപാട് മാനയുണ്ട്. അതൊക്കെ ഞാൻ ആ പ്രസംഗത്തിൽ വിശദീകരിക്കുന്നു. ഇപ്പോൾ അത് വിശദീകരിക്കുന്ന സമയം അല്ല. ആളുകൾക്ക് യൂട്യൂബിൽ കേൾക്കാമല്ലോ. സുഹൃത്തുക്കളെ, സമാനിലെ ഖുതുബ്, സൗമു റമളാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റമളാന്റെ നോമ്പ് എന്നല്ല.
നമ്മൾ ചിലപ്പോൾ അങ്ങനെ പറയും, അതിന്റെ അർത്ഥം റമദാനിലെ നോമ്പ് എന്നാണ്. ഇതുപോലെ ഖുതുബു സമാൻ എന്ന് പറഞ്ഞാൽ സമാനിലെ ഖുതുബ്, ഈ കാലഘട്ടത്തിലെ ഖുതുബ് എന്നാണ് അതിന്റെ അർത്ഥം. അതൊരു പേരാണ്. ഖുതുബു സമാൻ അതൊരു പേരാണ്. ഖുതുബുൽ ആലം അതൊരു പേരാണ്. അത്തരം പേരുപയോഗിക്കുമ്പോ അത് എന്നെ പോലുള്ളവർ അത് വിശദീകരിച്ച് അഥവാ ദുർവ്യാഖ്യാനിച്ച് അത് കൊളമാക്കരുത്. കാരണം ആ പേര് വിളിക്കാം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാൻ. ശൈഖുൽ ഇസ്ലാം എന്ന് ഇബ്നു തൈമിയ്യയെ ചിലർ വിളിച്ചു. അപ്പൊ ചിലർ പറഞ്ഞു അദ്ദേഹത്തിന് കുറെ പിഴച്ച ആശയങ്ങളുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ശൈഖുൽ ഇസ്ലാം എന്ന് വിളിച്ചവർ ഇസ്ലാം എന്ന് പുറത്താണ്, കാഫിറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അർ-റദ്ദുൽ വാഖിർ എന്ന് പറഞ്ഞ് ഒരു കിതാബ് രചിച്ചു ഒരു മഹാപണ്ഡിതൻ. അദ്ദേഹം അതിൽ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ വാചകമെടുത്ത് ഉദ്ധരിച്ചു. എന്നിട്ട് പറഞ്ഞു, ശൈഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ശൈഖ് എന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ സാധാരണ ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി എന്ന് പറയാറുണ്ട്, ശൈഖുൽ ഇസ്ലാം ഇമാം സുബ്കി എന്ന് പറയാറുണ്ട്. അതിന്റെ അർത്ഥം ഇസ്ലാമിന്റെ ശൈഖ് എന്നല്ല. ഇസ്ലാമിന്റെ ശൈഖ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തെറ്റിദ്ധാരണ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ ഒന്നാമത്തെ മുസ്ലിം, അവ്വലുൽ മുസ്ലിമീൻ. ആ റസൂലുള്ളാഹിന്റെയും കൂടി ശൈഖാണോ എന്ന് തെറ്റിദ്ധാരണ വരും. അതുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു വിശദീകരിച്ചു, ശൈഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശൈഖുൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ഉള്ള ശൈഖ്, ഇസ്ലാമിലുള്ള പണ്ഡിതൻ എന്നാണ് അതിന്റെ അർത്ഥം. ഇസ്ലാമിലെ ഒരു പണ്ഡിതൻ എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് അങ്ങനെ വിളിച്ചതുകൊണ്ട് കാഫിറാണെന്നൊന്നും പറയണ്ട എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെയും ശൈഖുൽ ഇസ്ലാം എന്ന് വിളിക്കാറുണ്ട്. സുൽത്താനുൽ ഉലമ ഇസ് ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു അതൊരു വലിയ മഹാനാണ്. ആ മഹാന് സുൽത്താനുൽ ഉലമ എന്ന് വിളിക്കും. അതിന്റെ അർത്ഥം ഉലമാക്കളിൽ സുൽത്താൻ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ആലിമീങ്ങളുടെയും രാജാവ് എന്നല്ല. സുൽത്താനുൽ ഉലമ ഇസ് ഇബ്നു അബ്ദുസ്സലാം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇസ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് കഴിഞ്ഞുപോയ ഒരുപാട് അലിമീങ്ങളുണ്ട്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം ഷാഫിഈ, ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മുതൽക്ക് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മുതൽക്കുള്ള ഒരുപാട് വലിയ വലിയ അലിമീങ്ങളുണ്ട്. ആ അലിമീങ്ങളുടെ എല്ലാം സുൽത്താനാണ്, രാജാവാണ്. ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു എന്ന അർത്ഥത്തിലല്ല അത് പറയുന്നത്. അതൊരു പേര് വിളിക്കുകയാണ്. ഇതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെ, ഓരോ പേരിനും അതിൻ്റെതായ അർത്ഥതലങ്ങളുണ്ട്. ആ അർത്ഥതലങ്ങൾ അറിയാത്തവർ അതിനർത്ഥം പറയാൻ പോകരുത്, അത് വിശദീകരിക്കാൻ പോകരുത്. അങ്ങനെ വിശദീകരിക്കുമ്പോൾ അപകടത്തിൽ പെട്ടുപോകും. ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം സൂചിപ്പിച്ചതാണ്. നമ്മൾ സാധാരണയായി പറയും, അതെ, താജുൽ ഫുഖഹ, ഈ അടുത്ത് വഫാത്തായി പോയ ഒരു പണ്ഡിതൻ, അല്ലാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മൾ തന്നെ നമ്മുടെ ആലിമീങ്ങളുടെ പേരാ താജുൽ ഫുഖഹ. അതിനർത്ഥം 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കൊക്കെ കിരീടമാണ് എന്നല്ല, മറിച്ച് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുറെ ഫിഖ് അറിയാവുന്ന പണ്ഡിതന്മാർക്ക് കിരീടമാണ് എന്നാണ്. അതുപോലെയാണ് ശംസുൽ ഉലമ, റയീസുൽ ഉലമ, അതുപോലെ ഉസ്താദുൽ അസാതീർ. ഇങ്ങനെയൊക്കെ പേര് വിളിച്ചാൽ അതിന്റെ അർത്ഥം ലോകത്തുള്ള എല്ലാ ഉസ്താദുമാർക്കും എന്നല്ല, അതുപോലെ എല്ലാ അലിമീങ്ങൾക്കും എന്നല്ല. അത് ഏത് പേര് വിളിച്ചാലും, ചിലർ സയ്യിദുൽ ഉലമ എന്ന് വിളിക്കുന്നവരുണ്ട്, അതിനർത്ഥം എല്ലാ അലിമീങ്ങളെയും സയ്യിദ്, നേതാവ് എന്നല്ല. അതെല്ലാം പേര് വിളിക്കുന്നവർക്കും അറിയാം, പേരിടുന്നവർക്കും അറിയാം, ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിന് അതിൻ്റെതായ അർത്ഥം ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലർ ചോദിച്ചു, ആലം എന്ന് പറഞ്ഞാൽ മാസിവൽ ബാരി, അല്ലല്ലാത്തതൊക്കെ എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ ഖുതുബുൽ ആലം എന്ന് പറഞ്ഞാൽ അല്ലല്ലാത്ത എല്ലാ ആളുകളുടെയും നബിതങ്ങളുടെ അടക്കം ഖുതുബ് എന്നാണോ? അങ്ങനെയൊന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഖുതുബുൽ ആലം എന്ന് പറഞ്ഞാൽ ആലമിലെ ഒരു ഖുതുബ്, ഈ ലോകത്തെ ഒരു ഖുതുബ് എന്നാണ് അതിനർത്ഥം. അത് തന്നെയാണ് ഖുതുബുസ് സമാൻ എന്ന് പറഞ്ഞതിന്റെയും അർത്ഥം. ആലമിലെ ഒരു ഖുതുബ്, അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുതുബാണെന്നോ അമ്പിയാക്കൾക്ക് ഖുതുബാണെന്നോ അല്ല അതിന്റെ അർത്ഥം. അപ്പൊ ഒരു വാചകത്തെ ഏതർത്ഥത്തിലാണ് പറയപ്പെടുന്നതെന്നോ വിളിക്കപ്പെടുന്നതെന്നോ അറിയാതെ ചില വാചകങ്ങൾ അറിവില്ലാത്തവർ കൈകാര്യം ചെയ്യുമ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ അത് മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കും.